ഹായ്, ഇന്ന് വീണ്ടും ഓടമുളയുടെ ചെറിയൊരു പീസിൻ്റെ അതൊരു പാതി പീസ് മതി. നമുക്ക് ചിന്തിയതിനു ശേഷം പാതി പീസ് മതി. ഇത് നമുക്ക് 4 പീസായിട്ട് നമുക്ക് ചിന്തി എടുക്കണം. ഈ 4 പീസ് ചെറിയ ഓടമുള വെച്ചിട്ട് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എന്താ നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് നമ്മുടെ ഓടമുള ചിന്തിയതിന് ശേഷം അത് 4 പീസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 ഇഞ്ച് വീതിയാണ് നമ്മൾ ഇതിന് എടുത്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ നീളം നമ്മൾ എടുത്തത് 1 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തത്. അപ്പോൾ 4 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം നമ്മൾ ചിന്തിയതിന് ശേഷം ഉണങ്ങിയ മുള ആയതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് വളഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണങ്ങിയ മുള ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നത്. പച്ചമുളയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. പിന്നെ അതാ നമ്മൾ ഇതേപോലെ 2 പ്ലസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റീപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസ് എടുത്തിട്ടാണ് നമ്മൾ ഒരു പ്ലസ് തയ്യാറാക്കിയത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്ലസ് നമ്മൾ തയ്യാറാക്കിയത് 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഈ 2 പ്ലസ്സുകളും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ 4 പീസ് മുളയുടെ പീസും. അപ്പോൾ നമുക്ക് നമ്മുടെ പണി ആരംഭിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ 2 സൈഡിൽ നമുക്ക് കെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുളയുടെ പീസുകൾ നമ്മൾ ഇതേപോലെ 2 എണ്ണം ചേർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മുള നമ്മൾ അടിയിൽ ഭാഗത്ത് വെക്കുന്നുണ്ട്, ഒരു മുള നമ്മൾ മുകൾ ഭാഗത്തും ഇതേപോലെ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ആദ്യം ഒരു സൈഡിൽ നമ്മൾ കെട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 20 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് എന്ന രീതിയിലാണ് നമ്മളിത് കെട്ടുന്നത്. സൈഡിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഉള്ളോട്ട്. അപ്പോൾ മറ്റേ ഭാഗത്ത് നമ്മൾ കെട്ടുന്നത് 30 സെൻറ്റിമീറ്റർ ഉൾഭാഗത്തേക്കാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ കെട്ടി, ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ കെട്ടുകയാണ്. ഈ ഭാഗം നമ്മൾ 30 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ ചണനൂൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കെട്ടുകൾ കെട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഏത് കയറ് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പോൾ അത് 2 ഭാഗത്തും നമ്മൾ കെട്ടിയെടുത്തു. അപ്പോൾ ഒരു ഭാഗത്ത് 20 സെൻറ്റിമീറ്റർ ഉള്ളോട്ടും മറ്റേ ഭാഗത്ത് നമ്മൾ 30 സെൻറ്റിമീറ്റർ ഉൾഭാഗത്തേക്കും. അപ്പോൾ അത് രണ്ടും നമ്മൾ കെട്ടി. ഇനി നമ്മൾ വലിയ പ്ലസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ ഇതിനുള്ളിൽ കടത്തിയതിന് ശേഷം നമുക്ക് ഓരോ പീസിലേക്കും നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നടുഭാഗത്തായിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ വലിയ പ്ലസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കുറച്ച് താഴോട്ട് താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതാ ഈ രൂപത്തിൽ നമ്മളത് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പീസുകൾ കറക്റ്റ് പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാ പീസും ഒരേ കറക്റ്റിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി നമ്മുടെ പ്ലസ് നമുക്കിതിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ പീസിലും നമുക്ക് ഇതേപോലെ ഹോള് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ആണിയോ അല്ലെങ്കിൽ സ്ക്രൂവോ കൊടുത്തിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ 4 ഭാഗത്തും നമ്മൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോള് തയ്യാറാക്കിയതിന് ശേഷമാണ് ആണി കൊടുക്കുന്നത്. അല്ലാതെ ആണി കൊടുക്കുമ്പോൾ നമ്മളെ പീസുകൾ നമ്മുടെ ഓടമുള ചീന്തിപ്പോകും. നാല് ഭാഗത്തും ആണി കൊടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചെറിയ പ്ലസ് നമ്മൾ മുകൾ ഭാഗത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ അവിടെയും അത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രൂ കൊടുത്തിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഹോൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നടുഭാഗത്തെ പ്ലസ്സും അതേപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗത്തെ പ്ലസ്സും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് പോട്ടിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി.
ഇനി നമുക്ക് ഇതേപോലെ നല്ലൊരു പ്രതലത്തിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഈ പോട്ട് പൊങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നമ്മളൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് നന്നായിട്ട് നിന്നോളൂ. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബേബി മെറ്റലും എംസാൻഡ് സിമെൻറ്റും ചേർത്തിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് റെഡിയാക്കിയത്. അപ്പോൾ ഈ കോൺക്രീറ്റ് നമുക്കിതിലേക്ക് നമ്മുടെ പോട്ടിനുള്ളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ഒരു 1/4 ഭാഗം കോൺക്രീറ്റ് നിറച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഐറ്റം നമ്മൾ അതിൻ്റെ അടിഭാഗം നമ്മൾ ഈ കോൺക്രീറ്റിലേക്ക് ഇതേപോലെ ആഴ്ത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി ഭാഗത്തേക്കും കോൺക്രീറ്റ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ചെരിവൊന്നും വരാതെ കറക്റ്റായിട്ട് വേണം നമ്മുടെ സ്റ്റാൻഡ് ഇതേപോലെ വെക്കാൻ. അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഇത് എടുക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്നും തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഉണക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിന് പെയിൻ്റ് അടിച്ചെടുക്കണം. ഇത് മുഴുവനായിട്ടും നമ്മൾ, അതായത് നമ്മുടെ ഓടമുളയുടെ പീസിനും അതേപോലെ നമ്മുടെ പോട്ടിനും എല്ലാ ഭാഗത്തും നമ്മൾ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇനാമലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തു. പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് ചണനൂല് എടുക്കുന്നുണ്ട്. ഈ ചണനൂല് എടുത്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അടിഭാഗത്ത് നിന്നും നടുഭാഗത്തെ പ്ലസ് വരെയും ആ പ്ലസ്സിന് മുകളിലേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ ഉയരത്തിലും നമ്മൾ ചണനൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ പ്ലസ് കൊടുത്ത ഭാഗത്തും നമ്മൾ ഇതേപോലെ ചണനൂല് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗവും അതേപോലെ തന്നെ മുകൾ ഭാഗവും നമ്മൾ ചണനൂല് ചുറ്റിയെടുത്തു. ഇനി ഈ ചണനൂലിൻ്റെ ഈ രോമങ്ങൾ ഇതേപോലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് ഒരു മെഴുകുതിരി കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കത്തിച്ച് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രോമങ്ങളൊക്കെ ഇതേപോലെ കത്തിപ്പോകും. ഇനി ഇതാ നമ്മൾ ഇതേപോലെ ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഒരു ചാക്കിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഇതാ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നു. അപ്പം ബോൾ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൂടുതലുള്ള ചാക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അടിഭാഗത്ത് നമ്മുടെ കാലുകൾ പിരിഞ്ഞു വരുന്ന ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ അടിഭാഗത്ത് വരുന്ന പോട്ടിൽ നമുക്ക് ഇതേപോലെ വൈറ്റ് ഡോട്ടുകൾ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഭാവനക്കനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ കാലിൽ നമ്മൾ കയറി ചുറ്റാത്ത ഭാഗത്തും നമ്മൾ ഇതേപോലെ ഡോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ, അതായത് പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അപ്പോൾ ഇനി നമുക്കിതിൽ പ്ലാന്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സ്റ്റാൻഡ്
അപ്പോൾ ഓടമുള ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിച്ചത്. ഇത് ഓടമുള അല്ലാതെ നമുക്ക് കമ്പി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റാൻഡ്, വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.